എല്ലാവർക്കും നമസ്കാരം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലത്തെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് വരുന്ന നോട്ടിഫിക്കേഷനിലെ ഓരോ വീഡിയോസും കാണാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ വാരാഹി അമ്മയുടെ മറ്റൊരു മന്ത്രമാണ്. അപ്പോൾ ഇതുവരെയുള്ള എല്ലാ വീഡിയോസും ഒരുപാട് പേര് കണ്ടിട്ട് എനിക്ക് കമൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പേരും നക്ഷത്രവും ആവശ്യമായിട്ട്. അപ്പോൾ ഈ ചാനലിൽ ഓരോ വീഡിയോസിനകത്തും പറയുന്ന കാര്യങ്ങൾ ചിലതൊക്കെ റിപ്പീറ്റ് വരുന്നുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ, അതായത് നമ്മുടെ ഈ ചാനലിനെ സംബന്ധിച്ച് കാര്യങ്ങൾ, അതായത് ആദ്യമായിട്ടാണ് ഒരുപാട് പേര് ആദ്യമായിട്ട് കാണുന്ന, ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ട്. അപ്പോൾ അവർക്കും കൂടെ എല്ലാ വീഡിയോസിലും പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അവർക്കും മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ അവരോട് ഞാൻ പറയുകയാണ്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലത്തെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇതിൽ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളവരോടും സൈഡിലത്തെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ എല്ലാവരെയും ഞാൻ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലാസ്റ്റത്തെ വീഡിയോസിലൊക്കെ ഒരുപാട് പേര് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ ഒരു അത്ഭുത മന്ത്രമാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്, വാരാഹി അമ്മയുടെ അല്ലേ. അപ്പോൾ വാരാഹി അമ്മയെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ പറയുക, ആരാധിച്ച് വരുന്നു. ഒരുപാട് പേർക്ക് നല്ല കാര്യങ്ങളൊക്കെ എന്താ പറയുക നടന്നു കിട്ടുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാം പറയുന്ന പോലെ തന്നെ നിത്യവും ജപിക്കുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോൾ എല്ലാവരും അത് തുടരുക. അതായത് വാരാഹി അമ്മയുടെ മന്ത്രം ഒരിക്കൽ പോലും നമ്മൾ മിസ്സാക്കാതെ നമ്മുടെ ശരീരശുദ്ധിയോടുകൂടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വളരെ ഉത്തമമാണ് കേട്ടോ. അപ്പം എല്ലാവരും നിത്യേന നിങ്ങൾക്ക് ഏത് സമയമാണോ കംഫർട്ടബിളായിട്ട് വരുന്നത് ആ ഒരു ടൈമിൽ തന്നെ നിങ്ങൾ ഒരു 5 മിനിറ്റ് സമയം മതിയാവുമല്ലോ അല്ലേ പ്രാർത്ഥിക്കാനായിട്ട്. അപ്പോൾ അത് നിങ്ങൾ ചെയ്യുക തന്നെ വേണം കേട്ടോ. അപ്പോൾ ആരും അത് മിസ്സാക്കരുത്. അതുപോലെ തന്നെ ഇതിൽ 2-3 പേര് കമൻസ് ചെയ്തു. 2-3 എനിക്ക് എണ്ണാൻ പറ്റാത്ത അത്രയും പേരും ഇതിനകത്ത് ഒരുപാട് കഷ്ടതകൾ പറഞ്ഞിട്ട് കമൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ ഫാമിലി ആയിട്ടുള്ള പ്രോബ്ലംസ്, അല്ലെങ്കിൽ ഭർത്താവിനെ വേറൊരാൾ തട്ടിയെടുത്തു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ സഹിക്കാൻ പറ്റുന്നതിനപ്പുറമാണല്ലേ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ദേവിയോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ മനസ്സ് വരെ മാറ്റാൻ സാധിക്കും. കാര്യം എന്ന് വെച്ചാൽ അത്രയും ശക്തിയായിട്ടുള്ള ദേവിയാണ്. മന്ത്രം പോലും നമ്മൾ മനസ്സറിഞ്ഞൊന്നും ആ മന്ത്രം ഒന്ന് ജപിച്ച് നോക്കുക, ഉറപ്പായിട്ടും നിങ്ങൾക്ക് കാര്യം സാധിച്ചു കിട്ടും കേട്ടോ. അപ്പോൾ ആരും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കമൻസൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് വിഷമമുണ്ട്. കാര്യം അവർ നല്ല രീതിയിലൊരു കുടുംബം നയിക്കാൻ നോക്കുമ്പോഴേക്കും ഇങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ ആ കുട്ടികളെയും അതുപോലെ ആ കുടുംബം മൊത്തം തകരാനുള്ള ആ ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടാവുന്നത് അല്ലേ. അപ്പം അങ്ങനെയുള്ള ചിന്താഗതികളൊന്നും ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. കാര്യം അതൊക്കെ ഏറ്റവും നമ്മുടെ ഒരു കുടുംബം നശിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ പ്രവൃത്തികളും കാര്യങ്ങളുമാണ്. അങ്ങനെ ഒന്നും ചെയ്യരുത് ആരും തന്നെ. അത് മാത്രമല്ല, അങ്ങനെ ചെയ്യുന്നതിലൂടെ അവർക്ക് ഒരു ബെനിഫിറ്റും ഉണ്ടാവാൻ പോകുന്നില്ല. അവരുടെ നാശം ഇനി ഉണ്ടാവാൻ പോകുന്നേ ഉള്ളൂ എന്ന് വിചാരിക്കുക. ഒരിക്കലും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത്. അതുപോലെ തന്നെ സ്വന്തം ഫാമിലി എന്നുള്ളത് നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മുടെ കൂടെ ആ ഒരു ഫാമിലി ഉണ്ടാവണം എന്നുള്ള ആ ഒരു ബോധ്യം എല്ലാവരിലും അത് ഒതുക്കട്ടെ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ നമ്മുടെ അച്ഛൻ, അമ്മ, അല്ലെങ്കിൽ ഭാര്യ, ഭർത്താവ്, കുട്ടികൾ എന്ന് പറയുന്നൊരു ലോകം കിട്ടാത്ത ഒരുപാട് പേരുണ്ട് അല്ലേ. അപ്പം അവർക്കൊക്കെ എന്തുമാത്രം വിഷമമുണ്ടാകും. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സാഹചര്യം കിട്ടുമ്പോൾ നമ്മളത് അത്രയും നമ്മൾ ബ്ലെസ്ഡ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഒരിക്കലും അങ്ങനത്തെ ചിന്താഗതിയിലോട്ടൊന്നും പോകരുത്. ഇപ്പോൾ അങ്ങനെ അനുഭവിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരും വിഷമിക്കേണ്ട. ഉറപ്പായിട്ടും അത് വാരാഹി ദേവിയുടെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ആ ഒരു വിഷമം മാറിക്കിട്ടും. ഒരിക്കലും വേണ്ടാത്ത രീതിയിലുള്ള ചിന്തകളിലൊന്നും പോകരുത്. ഓക്കെ, സൂയിസൈഡും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്. പക്ഷേ ഒരു കുടുംബം മൊത്തം തകരാനായിട്ട് അല്ലേ, ചിലപ്പോൾ ആ ഒരു നിങ്ങളുടെ ആ ഒരു എന്താ പറയുക, നിങ്ങളെ ജോലിക്ക് പോയി ആ കാശുണ്ടായി അങ്ങനെയായിരിക്കും ചിലപ്പോൾ കുട്ടികളെ നിങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അവിടെ സൂയിസൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് ആരെയും അഫക്റ്റ് ചെയ്യുന്ന ആ പിഞ്ചു കുഞ്ഞുങ്ങളെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ചിന്താഗതികളൊന്നും വരാതിരിക്കട്ടെ. അങ്ങനെ ചെയ്യരുത്. ഒരിക്കൽ പോലും പെട്ടെന്നൊരു ഡിസിഷൻ നമ്മൾ എടുക്കുമ്പോൾ 2 വട്ടം ചിന്തിക്കുക. എന്നിട്ട് മാത്രമേ ആ ഒരു ഡിസിഷൻ എന്നല്ല ഞാൻ പറയുന്നത്, നമ്മൾ ഏതൊരു കാര്യമായാലും നമ്മൾ ആലോചിച്ച് 2 വട്ടം ആലോചിച്ച് നമ്മൾ 1-2 പേരുടെ അഭിപ്രായം, അത് നമ്മൾ വേണ്ടപ്പെട്ട ആളുകളുടെ അഭിപ്രായം അറിഞ്ഞ ശേഷം മാത്രമേ നമ്മളത് ചെയ്യാവുള്ളൂ.
പ്രവൃത്തികൾ എന്ത് തന്നെ ആയാലും നല്ല രീതിയിലായിരിക്കണം എന്നുള്ളത് മാത്രം. അല്ലാതെ സഡനായിട്ടുള്ള സൂയിസൈഡ് പോലുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും തിരഞ്ഞെടുക്കരുത്. അത് വളരെ നമ്മുടെ കുടുംബത്തെ ബാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയൊന്നും ആരും ചെയ്യാതിരിക്കട്ടെ. അതുപോലെ തന്നെ തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങൾ നേരിടുന്ന കുറേ വ്യക്തികൾ എനിക്കിനകത്ത് കമൻറ്റ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനെല്ലാം നമ്മുടെ സമയവും കാര്യങ്ങളും കറക്റ്റായിട്ട് വരണം. അതിന് പുറമേ നിങ്ങളും നന്നായിട്ട് എഫേർട്ട് ഇടണം. അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾ എഫേർട്ടും നിങ്ങളുടെ ആ ലക്കും കാര്യങ്ങളും പിന്നെ കൂടാതെ ദേവിയുടെ ആ ഒരു അനുഗ്രഹവും ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു കാര്യം നടന്നു കിട്ടും കേട്ടോ. അത് തൊഴിൽ സംബന്ധമായ കാര്യമാവട്ടെ, അല്ലെങ്കിൽ വിവാഹ സംബന്ധമായ കാര്യമാവട്ടെ, സന്താന സംബന്ധമായ കാര്യമാവട്ടെ. അപ്പം അങ്ങനത്തെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ആവശ്യം എന്താണോ എന്നുള്ളത് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ട് 21 ദിവസം ഈ മന്ത്രം ഒന്ന് ജപിച്ച് നോക്കൂ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു മന്ത്രത്തിൻ്റെ ആ ഒരു ശക്തി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കാര്യം അത്രയും ഉഗ്രമന്ത്രമാണ് കേട്ടോ. ഈ ഒരു മന്ത്രശക്തിയാൽ നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. കാര്യം വളരെ വളരെ ശക്തിയാർന്ന ഈ ഒരു മന്ത്രം നിങ്ങൾ ജപിക്കുന്നതിലൂടെ നിങ്ങളുടെ കുടുംബത്തിൽ വന്ന് ചേരാൻ പോകുന്ന മാറ്റങ്ങൾ ഒട്ടനവധിയാണ്. അതുമാത്രമല്ല, നിങ്ങളുടെ കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളായാലും അല്ലെങ്കിൽ ഒത്തൊരുമയില്ലാത്ത അവസ്ഥ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എത്ര പണം ഉണ്ടായാലും അല്ലെങ്കിൽ എത്ര സ്വത്തുണ്ടായാലും നമുക്ക് ആ ഒരു സംഭവം ഇല്ല, നമ്മുടെ ഫാമിലിയിൽ ആ ഒരു ഒത്തൊരുമ ഇല്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു ശ്വാസം മുട്ടൽ പോലെയാണ് അല്ലേ. നമ്മളാകെ ഒരു ശ്വാസം മുട്ടിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റിമറിക്കാൻ, നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ ശക്തിയുള്ള അതിശക്തമായ ഒരു മന്ത്രമാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്തേക്കുന്ന, ഇപ്പോൾ ഷെയർ ചെയ്തേക്കുന്ന മന്ത്രം. ഈ ഒരു മന്ത്രം നിങ്ങൾ 21 ദിവസം തുടർച്ചയായി 21 പ്രാവശ്യം ജപിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്കത് ഗുണം ലഭിക്കുകയുള്ളൂ. ഞാൻ എടുത്തു പറയുന്നു, ദേവിയോടുള്ള വിശ്വാസം എങ്ങനെയാണോ അതനുസരിച്ചിരിക്കും നമുക്ക് കിട്ടുന്ന റിസൾട്ട്. അതായത് ദേവിയെ മനസ്സിൽ വിചാരിച്ച് കുറേ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാം പ്രസാദിക്കണമെന്നില്ല. ദേവിയുടെ ആ ഒരു അനുഗ്രഹം കിട്ടണമെങ്കിൽ ഫസ്റ്റ് വിശ്വാസം വേണം. വിശ്വാസമില്ലാതെ നമ്മൾ ഏതൊരു കാര്യം ചെയ്തു കഴിഞ്ഞാലും അതിനൊരു എന്താ പറയുക അല്ലേ, ഒന്നും ഉണ്ടാവില്ല, അതിന് എഫക്റ്റ് ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ദേവിയുടെ അനുഗ്രഹം ലഭിക്കണമെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ എന്താ ചെയ്യേണ്ടത്? ദേവിയോടുള്ള ആ ഒരു വിശ്വാസം ഡെവലപ്പ് ചെയ്തെടുക്കുക, പ്രാർത്ഥിക്കുക. ഉറപ്പായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ സാധിച്ചു കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പേരും നക്ഷത്രവും ആവശ്യവും ഈ 3 കാര്യങ്ങളും മെൻഷൻ ചെയ്ത കമൻറ്റ് ഈ ഒരു വീഡിയോയുടെ താഴെ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ കൂടെ ജപിക്കാൻ തുടങ്ങിക്കോളൂ. ഇതാണ് ആ മന്ത്രം. എല്ലാവരും കണ്ണടച്ച് ദേവിയെ മനസ്സിൽ വിചാരിച്ച് ഈ ഒരു മന്ത്രം 21 തവണ ജപിക്കുക, 21 ദിവസം. ഓക്കെ. ഓം സമേശ്വരിയേ നമഃ. 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 ഓം
സമേശ്വരിയേ നമഃ. ഓം സമേശ്വരിയേ നമഃ. ഓം സമേശ്വരിയേ നമഃ. ഓം സമേശ്വരിയേ നമഃ. ഓം സമേശ്വരിയേ നമഃ. ഓം സമേശ്വരിയേ നമഃ. ഓം സമേശ്വരിയേ നമഃ. ഓം സമേശ്വരിയേ നമഃ. ഓം സമേശ്വരിയേ നമഃ. ഓം സമേശ്വരിയേ നമഃ. ഓം സമേശ്വരിയേ നമഃ. ഓം സമേശ്വരിയേ നമഃ. ഓം സമേശ്വരിയേ നമഃ. ഓം സമേശ്വരിയേ നമഃ. ഓം സമേശ്വരിയേ നമഃ. ഓം സമേശ്വരിയേ നമഃ. ഓം സമേശ്വരിയേ നമഃ. ഓം സമേശ്വരിയേ നമഃ. ഓം സമേശ്വരിയേ നമഃ. ഓം സമേശ്വരിയേ നമഃ. ഓം സമേശ്വരിയേ നമഃ. ഓം സമേശ്വരിയേ നമഃ. ഓം സമേശ്വരിയേ നമഃ. ഓം സമേശ്വരിയേ നമഃ. ഓം സമേശ്വരിയേ നമഃ. ഓം സമേശ്വരിയേ നമഃ. ഓം സമേശ്വരിയേ നമഃ. ഓം സമേശ്വരിയേ നമഃ. ഓം സമേശ്വരിയേ നമഃ. ഓം സമേശ്വരിയേ നമഃ. ഓം സമേശ്വരിയേ നമഃ. ഓം സമേശ്വരിയേ നമഃ. ഓം സമേശ്വരിയേ നമഃ. ഓം സമേശ്വരിയേ നമഃ. ഓം സമേശ്വരിയേ നമഃ. ഓം സമേശ്വരിയേ നമഃ. ഓം സമേശ്വരിയേ നമഃ. ഓം സമേശ്വരിയേ നമഃ. ഓം സമേശ്വരിയേ നമഃ. ഓം സമേശ്വരിയേ നമഃ.